ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് 70/2025 ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം വരുന്ന ഈഴവ മെമ്മോറിയലാണ്. അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, ലാസ്റ്റ് പാളയം സത്യാഗ്രഹം. ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളിയാണ് ചെറ്റൂർ ശങ്കരൻ നായർ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ലോർഡ് കട്സൺ ആണ് സമർപ്പിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ്. എല്ലാ ജോഡിയും ശരിയാണ്. ആത്മവിദ്യാ സംഘം വഖഫാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം. ആത്മവിദ്യാ സംഘം വഖഫാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചവറ ആത്മാനുതാപം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല DK കാർവെയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ബോംബെയാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. ധനബില്ല് ആദ്യം അവതരിപ്പിച്ച പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ലോക്സഭയിലാണ്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61 ഭരണഘടനാ ഭേദഗതിയാണ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്ന രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ഉം 2ഉം ശരിയാണ്. സംസ്ഥാന ഘടക കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്. അപ്പോൾ താഴെ പറയാൻ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ്. സ്ഥിരം സഭയാണ് രാജ്യസഭ. വിഴിഞ്ഞ അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 ആണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനെ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാനാണ് ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെട്ടത്? ചൈന. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികൾ അവയുടെ നദികളും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് ഹിരാക്കുട്ട് എന്ന് പറയുന്ന മഹാനദിയിൽ, സർദാർ സരോവർ എന്ന് പറയുന്നത് നർമ്മദ, കൃഷ്ണരാജ സാഗർ എന്ന് പറയുന്നത് കാവേരി, നിസാം സാഗർ എന്ന് പറയുന്നത് ഗോദാവരി. അപ്പോൾ ഹിരാക്കുട്ട് മഹാനദി, സർദാർ സരോവർ എന്ന് പറയുന്നത് നർമ്മദ, കൃഷ്ണരാജ സാഗർ എന്ന് പറയുന്നത് കാവേരി, നിസാം സാഗർ എന്ന് പറയുന്നത് ഗോദാവരി. നിസാം സാഗർ ഗോദാവരി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മത്സ്യത്തൊഴിലാളികൾ കുടുംബാംഗങ്ങളാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ട. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈനാണ് കൊല്ലം ചെങ്കോട്ട. ഹിമാലയം പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷത അല്ലാത്തത് 1ഉം 4ഉം സവിശേഷതയല്ല. 2ഉം 3ഉം ശരിയാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാദ്രിയിലാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രി. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയമാണ് നല്ലടം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. D ആണ് ആൻസർ. പാമ്പാടും ചോല എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. മതികെട്ടാൻ ചോല
2003 ദേശീയോദ്യാനമായി ഇരവികുളം എന്ന് പറയുന്നത് നീലഗിരി താറാണ്. സൈലന്റ് വാലി നീലഗിരി കുന്നുകൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാതകമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ ആണ്. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന 1, 3, 4 ശരി. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. നെല്ലിക്കമ്പട്ടി ഗെയിം സാങ്ച്വറി ഏത് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? പെരിയാർ ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവാസ് മണ്ണ്. ഈർപ്പവഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ മഴനിര പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നു. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. തെറ്റായവ 1, 4 തെറ്റാണ്. 2, 3 ശരിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന വേമ്പനാട്ട് കായൽ. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ബഹിരാകാശ യാത്രികരെ നേരിട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുക എന്നതാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റും എന്നറിയപ്പെടുന്ന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവന ശരിയായത് 3, 4 സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തെ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചത്. കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട എന്ന് പറയുന്നത് കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് കൊല്ലം. വാഗൺ ട്രാജഡി സ്മാരകം എന്ന് പറയുന്നത് മലപ്പുറം. താഴെ തന്നിരിക്കുന്നത് ശരിയായവ 2, 4 ശരിയാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. കോഴിക്കോടിനെക്കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യമാണ് കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിക്കുക. ഭൂവൽക്കം, മാൻഡ്, പുറംകാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കം, മാൻഡ്, പുറക്കാമ്പ്, അകക്കാമ്പ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് 1, 3, 4 1, 4, 5 തെറ്റാണ്. 2, 3 ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതമല്ല. 2025 മാർച്ച് അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. 2027 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫ്. വനിതകൾക്ക് സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. നാഗപതി വെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. മനുഷ്യരുടെ ആന്തരസംസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ സി. സിംല കറ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടവും കഥകളിയും. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് 2, 4 വാഹനങ്ങളെ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു. പ്രതിബന്ധ തലം പുറത്തേക്ക് ഊന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായവ 1 മാത്രം. ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമിനാണ്.
താഴെ തന്ന പ്രസ്താവന ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ഹൈഡ്രജനാണ്. ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷാണ് ഈ മൂലകം കണ്ടെത്തിയത്. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. എല്ലാം ശരിയാണ്. തന്മാത്രയുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രയുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. 2023 രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ സമീർ വി കാമത്ത്. താഴെ തന്നിരിക്കുന്ന ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? സുന്ദർലാൻഡാണ്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പ്രോട്ടോസോവ. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണ്? സാൽമണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡാണ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ലെപ്റ്റോസ്പൈറയാണ്. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ BCG. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9.11 mg ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം Ka. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് കാരണമാകുന്ന രോഗകാരിയാണ് നെഗ്ലേരിയ ഫൈലേരി. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾക്ക് ഉള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ച ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര.